ഡോക്ടറുടെ ഉപ്പായും കഴിക്കുന്നത് അരിഭക്ഷണമാണ്. ഉപ്പാക്ക് സുഖം കിട്ടണം, മകനൊന്ന് വന്നിരുന്നു ഉപ്പാനെ വിളിച്ചൊന്ന് സന്തോഷിപ്പിക്കണം, അതിന് മകന് വരുന്നില്ല. ഡോക്ടറുടെ ഉപ്പയാണ് ശ്വാസം മുട്ടിയിട്ടുണ്ട്. ശ്വാസം ഇറങ്ങണമെങ്കിൽ ഡോക്ടർ ഉപ്പയായിട്ട് കാര്യമില്ല, ഡോക്ടറുടെ ഉമ്മയായിട്ട് കാര്യമില്ല. ഞാനിത് പറയുന്നത് സഹോദരന്മാരെ, ആഖിറമാണ് വലുത്, അല്ലാഹുവാണ് വലുത്, അല്ലാഹുവാണ് വലുത്, അല്ലാഹുവാണ് വലുത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് ലോകം മറക്കാതിരിക്കാൻ ലോകത്ത് മുഴുവനും ഇത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലോകം മുഴുവനും ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവാണ് വലുത്. ആ റബ്ബുമായി ബന്ധപ്പെടലാണ് വലുത്. ആ റബ്ബിനോട് ബന്ധപ്പെട്ടവൻ മാത്രമാണ് ഈ ലോകത്ത് കളിച്ചവൻ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താം. ലോകം മുഴുവനും ഒരു നിമിഷവും ഒഴിവില്ലാതെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതല്ല. തൽക്കാലം ജസ്റ്റ് മതപരമായ ഒരു കാഴ്ചപ്പാടിന്റെ കുട്ടിക്ക് വേണം, നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, ജസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കണം. അൽഹംദുലില്ലാ. പിന്നെ അതാണല്ലോ മീഡിയ. പ്രശ്നമില്ല, ആകുമ്പോ ജസ്റ്റ് നിസ്കരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, മതപരമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഭൗതികമായിട്ട് പക്കയായിരിക്കണം. ഭൗതികം അത് അടിപൊളിയായിരിക്കണം, സെറ്റപ്പായിരിക്കണം. ആത്മീയ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ചെറുതും ഇത് വലുതും. എങ്ങനെയുണ്ട് മോനെ? ഒരു ചെരുപ്പിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിനക്ക്. നിനക്ക് ആ ലക്ഷ്യം നിന്റെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെരുപ്പ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിരുന്നിട്ട് സാധാണെങ്കിൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് തീരുന്നില്ല, എത്തിക്കിട്ടുന്നില്ല. അത്തയ്യാത്തിന്റെ ഇറങ്ങി പോകാൻ പറ്റില്ല. ഇവനക്ക് കേട്ട് പുറത്ത് പോയി ഇട്ടിട്ട് എനിക്ക് രണ്ട് കാലുകളായപ്പോ ഇവൻ ചെരുപ്പിന്റെ അടിമയല്ലേ. അല്ലാഹു, അവന്റെ പള്ളി, അവന്റെ ഇതെല്ലാം ഉണ്ടായിട്ട് അവനക്ക് റാഹത്തായത് അയിമ കയറിയപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ അടിമയല്ലേ അവൻ? അഥവാ നമ്മൾ ആരെയോ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വില കൂടിയ ചെരുപ്പുമായി പള്ളിക്ക് പിറകിലിട്ട് ആ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, അതും പ്രത്യേകിച്ച് പല പള്ളിയിൽ പള്ളച്ചെരുപ്പ് പോയെന്ന് കേട്ടുപരിചയമുള്ള പള്ളിയും കൂടി ആയാൽ വിശേഷമായി. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുന്നവർ ലക്ഷങ്ങൾ ചെലവാക്കി ഹജ്ജിന് പോയിട്ട് റൂമിൽ ചെരുപ്പ് വെച്ചിട്ട് ലോക്കൽ ചെരുപ്പെടുത്തിട്ട് ആരെങ്കിലും നല്ല ചെരുപ്പ്, മോനെ ഹജ്ജും ഉംറൊക്കെ തന്നെയാണ്, അതവിടെ വെച്ചാണ് ഇതുമെല്ലാം വേണമെങ്കിൽ എടുക്കാം ഈ ലോക്കൽ ചെരുപ്പ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാ. അത് പോകുമോ? വിഷയല്ലേ? ഇത് ഉദാഹരണമാണ്. പള്ളി ചെറുതാകും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ദിക്റുകളൊക്കെ ചെറുതായി പോകും. അവന്റെ ഹൃദയത്തിൽ ചെരുപ്പ് വലുതായില്ലേ? കാരണം ഒരു കമ്പനി ഇവിടെ നിന്ന് ചെരുപ്പിറക്കിക്കുക 3500 രൂപ ചെരുപ്പിന്റെ റേറ്റ്. അപ്പൊ പിന്നെ അത് അടിപൊളിയാണ്. എന്ത് അടിപൊളി? അത് പിന്നെ പറയാം. അപ്പൊ പിന്നെ അത് അടിപൊളിയാണല്ലോ. അപ്പൊ അത് വാങ്ങി. അപ്പൊ ആ കമ്പനി ഇവനെ ചെരുപ്പിന്റെ അടിമയാക്കി. അത്ര നാറിയ കമ്പനി വേറണ്ട. ഞാൻ പുതിയ കുറെ വിലയുള്ള ചെരുപ്പറി കമ്പനിയെ കുറ്റം പറയല്ല. എല്ലാ കമ്പനിയും നമ്മളടങ്ങണ ഈ മൊത്തം കമ്പനിയെ പറ്റി പറയാം. ആ കമ്പനി ചെരുപ്പിറക്കി അന്നത്തെ ജുമാ കൈയായില്ല. എന്തൊരു നഷ്ടമാ. എന്നിട്ട് ഇവൻ ഖബറിലേക്ക് പോകുമ്പോ ഈ കുട്ടികൾ ഊരിക്കൊണ്ടുപോകും. എന്ത് കമ്പനി? അവിടെ ഒരു കമ്പനിക്കും വിലയില്ല. അവിടെ കോഴ്സുകളുടെ സകല സർട്ടിഫിക്കറ്റുകളും എടുത്തു ആ സർട്ടിഫിക്കറ്റുകൾ മുഴുവനും കൊണ്ടുപോയി ഒരു മൂലയിലിട്ട് അത് തീ കൊടുക്കുകയാണ്. അവന്റെ ചെരുപ്പും ഷൂവും ഒക്കെ എടുത്തു മാറ്റുകയാണ്.
മോനെ നിനക്ക് ചെരുപ്പ് ധരിക്കാം, പക്ഷേ ഒരു ലക്ഷ്യമുണ്ടാകണം. നിനക്ക് ഡ്രസ്സ് ധരിക്കാം, ഒരു ലക്ഷ്യമുണ്ടാകണം. നിനക്ക് കോഴ്സ് പഠിക്കാം, ഒരു ലക്ഷ്യമുണ്ടാകണം. എപ്പോഴുണ്ടാകണം? പഠിക്കും മുമ്പ് തന്നെ ലക്ഷ്യബോധത്തോടെ പഠിക്കണം. ലക്ഷ്യം ഹൃദയത്തിലുണ്ടാകണം. എന്താണ് ലക്ഷ്യം? എന്തിലും എന്താണ് ലക്ഷ്യം? ഏതിലും ഏതാണ് ലക്ഷ്യം? അല്ലാഹ് 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 മരിക്കൂല. നമ്മൾ ലക്ഷ്യം വെച്ച, നമ്മൾ സ്നേഹിച്ച, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾ മരിക്കില്ല. അൽഹംദുലില്ലാഹ്, അവന് മരണമില്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ആളാണ്. മൻ അറാദ സാഹിബൻ ഫല്ലാഹു യഖീ. ആര് മരിച്ചാലും അവൻ മരിക്കില്ല. അല്ല, ഞാൻ വിളിക്കുമ്പോ ഞാൻ റേഞ്ചില്ലെങ്കിലോ? ഫുൾ റേഞ്ചാണ്. അങ്ങനെ നമ്മൾ വലിയ ബന്ധമാണ്. നിങ്ങൾ മന്ത്രിയാണ്, തന്ത്രിയാണ്, ഒക്കെ ശരിയാണ്. നിങ്ങൾ നമ്പർ തന്നിട്ടുണ്ട്, എപ്പോ വിളിച്ചാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ വല്ല സഭയിലോ അല്ലെങ്കിൽ വല്ല മീറ്റിംഗിലോ അതല്ലെങ്കിൽ റേഞ്ചില്ലാത്തിടത്തോ ആണെങ്കിലോ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ചോദിക്കുന്നവനാണ്, അങ്ങനെ ചോദിക്കേണ്ട സാധ്യതയുള്ളവരാണ് ഭൗതിക നേതാക്കന്മാരെങ്കിൽ ആത്മീയതയിൽ റേഞ്ച് പോകുന്ന സമയമില്ല. ഉറങ്ങാത്ത, തൂക്കിയുറക്കു പോലുമില്ലാത്ത ഫുൾ ശ്രദ്ധയുള്ളവനാണ് റബ്ബ്. ഫുൾ ടൈം റേഞ്ചാണ്. ഏത് നിമിഷവും വിളിക്കാൻ പറ്റിയ റബ്ബ്. ഈ വലിയ വിഷമമില്ല. ഈ ശ്വാസം ഏൽക്കണം മുസ്ലിം. എന്നിട്ട് ഇറങ്ങണം, എന്നിട്ട് കാണിവെക്കണം മുന്നോട്ട്. ആദ്യം അവനെ അങ്ങ് വരമേൽപ്പിക്കണം. യാത്ര തുടങ്ങും. വണ്ടിയിൽ കയറി ഇരുന്ന് സുബ്ഹാനല്ലാഹി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുഖ്രിനൂൻ. അല്ലാഹു അല്ലാഹ്, അവനെ കൊള്ള മടങ്ങുന്നവരാണ്. അവൻ ഒരുക്കി തന്നതാണ് ഇതെല്ലാം. അവന്റെ പരിശുദ്ധിയെ അറിയിക്കുന്നു. അവൻ വലിയവൻ തന്നെ. ഇത് പറയൽ ഒരു ദ്രാക്യനായി ജീവിക്കണം. ഇതൊരു മനുഷ്യന്റെ മേലെ ബാധ്യതയാണ്. ഒരു വിദ്യാർത്ഥി തുടക്കത്തിലെ ഈ ശ്രദ്ധയിലാ പഠിക്കുന്നതെങ്കിൽ എന്തിന്റെയും മുമ്പും പിമ്പും ഇടയിലും അവന്റെ ഹൃദയം അല്ലാഹുവിന്റെ ദിക്റിൽ അവന്റെ ശ്വാസങ്ങൾ ലയിക്കും. പിന്നെ അല്ലാഹുവിന്റെ ദിക്റിൽ ലയിച്ചാലും ലയിച്ചില്ലെങ്കിലും, അല്ലാഹുവിനെ ലക്ഷ്യമാക്കിയാലും ഇല്ലെങ്കിലും, അല്ലാഹു വലുതാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇത്തരം പ്രസംഗങ്ങളും ക്ലാസുകളും ഇത്തരം സദസ്സുകളും ഒരു വലിയ സംഭവമാണെന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും മരിക്കും. ഈ ലോകം ഒരു കാര്യമില്ല, എനിക്കില്ല, നമുക്കാർക്കുമില്ല. ഞാനിന്ന് രോഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ പാടില്ല. പക്ഷേ സംസാരിക്കാതെ ഞാൻ ഇരിക്കുന്നതെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട്. ഇതിനും അതാണ് ലക്ഷ്യം. അതാണ് ഞാൻ സംസാരിക്കാൻ പാടില്ല. കൂടുതൽ ശബ്ദിക്കരുത്. ഞാൻ കൂടുതൽ ശബ്ദിക്കുന്നില്ലല്ലോ. കൂടുതൽ പാടരുത്. പാടുന്നില്ലല്ലോ. ഡോക്ടർ എന്റെ കട്ടിൽ വന്നിരുന്ന് പറഞ്ഞു, ഉസ്താദേ പ്ലീസ് ശരീരം നമ്മളാണ്, ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം. പോയേ പറ്റൂ. ഒന്ന് പോയിട്ട് വരും. നിർബന്ധമാണെങ്കിൽ പോയി വരും. നിർബന്ധമാണ്. അങ്ങനെ സമ്മതമാണ്. ബെഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് ഒരു ടെൻഷനില്ല. എന്തുകൊണ്ടില്ല? നമുക്കാർക്കുമില്ല. എന്തുകൊണ്ട്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾ പറയുന്നതാണ് കബൂൽ ചെയ്യും. ഏതായാലും മരിക്കും. നല്ലത് പറഞ്ഞു മരിക്കുക, നല്ലത് ഓർത്തു മരിക്കുക, നല്ലത് ചിന്തിച്ച് നല്ലതിലേക്ക് ചിന്തിക്കുക. അതല്ലേ നല്ലത്. മരിക്കാത്ത ഉമ്മയുണ്ടോ? മരിക്കാത്ത ഉപ്പയുണ്ടോ? നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉമ്മയുടെ ഉമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ഉമ്മയുണ്ടോ? ഓരോരുത്തരും ഈ ലോകം അതൊരേടാണ്. അത് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളെ നിരത്തിയ സമയമാണ്. നാളെ ഈ തലമുറയെ മറിച്ചിടും അടിയിലേക്ക് മറ്റൊരു തലമുറ ലോകത്ത്. പിന്നെ ആ ഏടും മറിച്ചിടും മറ്റൊരു തലമുറ വരും.
എന്ന് തുടങ്ങിയതാണ് ജീവിതം. ജനിച്ചപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് ഒന്നും അറിയില്ല. ഞാനും പിറന്ന കാലമിൽ വിരിഞ്ഞ പുലരിയിൽ ജ്ഞാനം അതേതുമില്ല എന്റെ കുഞ്ഞിളം കയ്യിൽ. ഞാനും പിറന്ന കാലമിൽ വിരിഞ്ഞ പുലരിയിൽ ജ്ഞാനം അതേതുമില്ല എന്റെ കുഞ്ഞിളം കയ്യിൽ. സംസാര സാഗരത്തിൽ നീന്തി നൗക സാഹസം സംസർഗമില്ലേ കാന്ത പതിത നിന്നും നീരസം. ഇന്നാർത്തലച്ച തിരകളിൽ തകർന്നു മാനസം എന്നറിയാതെ കൈമലർത്തിക്കൊണ്ട് ഞാൻ പിറന്നു വീണു. ആരെയും പരിചയമില്ല. ഉമ്മയെ അറിയില്ല, ഉപ്പയെ അറിയില്ല. ആരാണോ ഉമ്മ എന്ന് എനിക്കറിയില്ല. ഞാൻ വളർന്നു വരുമ്പോൾ എന്നെ ഉമ്മ ഇതാണെന്ന് പരിചയപ്പെടുത്തിയവൻ ആരെങ്കിലും ചൂണ്ടി പരിചയപ്പെടുത്തിയോ അതാണ് എന്റെ ഉമ്മ. നോക്കൂ നിങ്ങൾ നമ്മുടെ ബലഹീനത. ഈ ഷാള് പൊക്കിപ്പിടിച്ച് ചെറിയ കുട്ടി വളരുമ്പോ ഉമ്മ ഉമ്മ എന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുട്ടി ഈ ഷാള് കണ്ടാൽ ഉമ്മ എന്ന് വിളിക്കും. കുട്ടിക്ക് ഉമ്മ എന്ന് ഷാളിനെ വിളിക്കാൻ അറിയില്ല, ഉമ്മായെ വിളിക്കാൻ അറിയില്ല. കുട്ടിക്കൊന്നും അറിയില്ല. കുട്ടിക്കൊരു തെളിവുമില്ല, ഒരു സനതുമില്ല. ആ കുട്ടി ഉമ്മായ പഠിച്ചത് ഇത് ഉമ്മേട്ടാ. ചിലവര് ഉമ്മാനെത്താന്ന് വിളിക്കുന്നത്. കാരണം എന്താ? അനുജൻ കൊച്ചനുജൻ ഇത്താന്ന് വിളിച്ച് കേട്ടിട്ട് വലുതായാലും ഇത്ത. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുണ്ട് ഇപ്പോൾ ഇത്താന്ന് വിളിക്കണം, ഉമ്മാനെ ഇത്താന്ന് വിളിക്കും. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഉമ്മതാണ് ഇത്താന്നൊക്കെ അറിയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ ആ വിളിച്ചെങ്ങനെ ശീലിച്ചു. ചെറുപ്പത്തിൽ അവനൊന്നും അറിയില്ല. ഇനി വലുതായാലോ ഇത് ഉമ്മയാണെന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ അത് ഉമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കും. അതാണുമ്മ എന്നാൽ അതാണുമ്മ, ഇതാണുമ്മ എന്നാൽ ഇതാണുമ്മ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. അതാണുമ്മെങ്കിൽ അതാണുമ്മ, ഇതാണെങ്കിൽ ഇതാണുമ്മ. അപ്പൊ ഉപ്പയോ അതാ ഇതാ. അപ്പൊ നിനക്ക് പ്രത്യേകിച്ച് സ്വന്തം പാപ്പാനോട് ഒരു പ്രത്യേക സ്നേഹമൊന്നുമില്ലടാ. എന്തുകൊണ്ട് എനിക്കൊന്നും അറിയില്ലല്ലോ. അതിന് പ്രത്യേകിച്ച് സന്നദ്ധൊന്നും പ്രസവിച്ചു വരുമ്പോ സന്നദ്ധം കൊണ്ട് വരില്ലല്ലോ. അല്ല ഒരു പ്രത്യേക ഒരു സന്നദ്ധം ഉണ്ടാകാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് സമൂഹം പരിചയപ്പെടുത്തി. അച്ചാർ, മിഠായി, ഐസ്ക്രീം ഓരോന്നും ആൾക്കാർ പരിചയപ്പെടുത്തി രുചിച്ച് അറിഞ്ഞ് കണ്ട് നടന്ന് പഠിച്ച് പിന്നെയാണ് അവൻ സംസാരിച്ചത്. സംസാര സാഗരത്തിൽ നീന്തി നൗക സാഹസം സംസർഗീലെ കാന്ത പതിവ നിന്നും നീരസം. ഇന്നോർത്തല തിരകളിൽ തകർന്നു മാനസം സംസാരിച്ചു ആ വലിയ അലക്കടലിലൂടെ ആ നൗക സഞ്ചരിച്ചു. ജീവിതമാകുന്ന കപ്പൽ പരിചയപ്പെട്ടു തുടങ്ങി. അലകടലിൽ അത് മാറി മാറി സഞ്ചരിച്ചു. ഇന്ന് ജീവിതം പലതും പരിചയപ്പെട്ട ജീവിതമായി. പല മുഖങ്ങളെയും പരിചയപ്പെട്ടു. ഇപ്പോഴാണ് ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, കൂട്ടുകാരൻ, കലാലയം, കോളേജ്, നഴ്സറി എല്ലാം പിന്നീട് പരിചയപ്പെട്ടതാ. ഇന്ന് ആലോചിക്കുമ്പോ ദുഃഖങ്ങൾ ബാക്കിയായി. പിന്നീടാണ് നമ്മൾ ദുഃഖിക്കാൻ തുടങ്ങുന്നത്. കാരണം പരിചയമാണ് നമ്മെ ദുഃഖിപ്പിച്ചത്. പരിചയമാണ് നിന്നെ ദുഃഖിപ്പിച്ചത്. നീ അവളെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, നീ അവളെ നോക്കിയില്ലായിരുന്നുവെങ്കിൽ, നീ അവളോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ, നീ അവൾക്ക് ലെറ്റർ അയച്ചില്ലായിരുന്നുവെങ്കിൽ, നീ അവളോട് കിന്നാരം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അവൾ തിരിച്ചു നിന്നോട് കിന്നാരം പറയില്ലായിരുന്നു. അവൾ തിരിച്ചു നിന്നെ പ്രേമിക്കില്ലായിരുന്നു. പിന്നീട് അവളെ കെട്ടിയില്ലെന്നതിന്റെ പേരിൽ നീ ദുഃഖിക്കില്ല.
ഉണ്ടായിരുന്നു, നീ എന്തിനു ദുഃഖിച്ചു? അവളെ നോക്കിയതും പരിചയപ്പെട്ടതുമാണ് ദുഃഖത്തിന്റെ കാരണം. അവളെ പരിചയപ്പെട്ടിട്ട് സമയം നഷ്ടപ്പെട്ടു, അവളോട് സംസാരിച്ചു സമയം പോയി, അവളോട് സ്നേഹം കൊടുത്തു സമയം പോയി, അവസാനം അവളെ കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ദുഃഖിച്ചു ദുഃഖിച്ചു മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഈ ദിവസവും മണിക്കൂറും അതുപോലെ മാസവും വർഷവും കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത്തരിക്കുകയാണ്. പരിചയപ്പെടരുത്, പരിചയപ്പെടരുത്, പഠിക്കരുത്, ഇഷ്ടപ്പെടരുത്, ഒരിക്കലും പരിചയപ്പെടരുത്, അടുക്കരുത്, കാണരുത്, കേൾക്കരുത്, തുടരുത്, രുചിക്കരുത്, രുചിക്കാൻ പാടില്ലാത്തത് രുചിക്കരുത്, നിന്റെ ആയുസ് നഷ്ടപ്പെടും. കാണാൻ പാടില്ലാത്തത് കാണരുത്, നിന്റെ ആയുസ് നഷ്ടപ്പെടും. തൊടാൻ പാടില്ലാത്തത് തുടരുത്, നിന്റെ ആയുസ് നഷ്ടപ്പെടും. നടക്കാൻ പാടില്ലാത്തിടത്തേക്ക് നടക്കരുത്, നിന്റെ ആയുസ് ചുരുങ്ങും. പടത്തുറപ്പ് നിങ്ങളെ കാലിനെയും കയ്യിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും നിങ്ങളെ സകല ചലനങ്ങളെയും നീ കാക്കണേ അല്ലോ, കാക്കണേ അല്ലോ, കാക്കണേ അല്ലോ. അതുവഴി വിട്ട റൂട്ടിലൂടെ ഏതെങ്കിലും നൈമിഷിക സമയത്ത് സഞ്ചരിച്ചെങ്കിൽ പൊറുക്കണേ അല്ലോ, പൊറുക്കണേ അല്ലോ, പൊറുക്കണേ അല്ലോ. അർത്ഥമാണ് اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കാലും കൈയും സാക്ഷി പറയുന്ന ഘട്ടം. നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത സമയത്ത് സംസാരിച്ചു പഠിച്ചവൻ, ഉമ്മയെ വിളിച്ചു പഠിച്ചവൻ, സംസാര സാഗരത്തിൽ യാത്ര ചെയ്തവൻ, പിന്നീട് അവൻ പിടിച്ച് ജയിലിലകപ്പെട്ട അവന്റെ നാവിന് സീല് വെച്ചു. പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നു. അവൻ സംസാരിക്കുന്നത് കയ്യും കാലുമാകുന്ന ഒരു കാലഘട്ടം ഇവിടെ വരുന്നത്. അതുകൊണ്ട് പഠിക്കേണ്ടത് ഏത്, പോകേണ്ട വഴി, ഏറ്റവും നല്ല വഴി നമുക്ക് പോകണം. എല്ലാവർക്കും പോകണം. നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം. പരിപാടി എപ്പോൾ കഴിഞ്ഞാലും നമുക്ക് വീട്ടിലെത്തണം. അതിനേറ്റവും നല്ല വഴി ഏതാണ്? ഏറ്റവും നല്ല വാഹനം ഏതാണ്? അതന്വേഷിച്ച് അതേറ്റവും നല്ലത് ഏതാണെന്ന് പറഞ്ഞു തരാൻ ലോകത്ത് ഏറ്റവും നല്ല ബുദ്ധിമാനിയെ സമീപിക്കുക. ഏറ്റവും നല്ലത് അന്വേഷിക്കുക. അന്വേഷിക്കാൻ ഏറ്റവും വലിയ ബുദ്ധിമാനിയെ സമീപിക്കുക. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറയുന്നത് കേൾക്കുക, അനുസരിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ചിന്തിക്കുക. ലോകത്തും ഒരു ചിന്തകനും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ലോകത്തെ വലിയ ചിന്തകൻ എഴുതി വെച്ചതും പറഞ്ഞതും മുത്തുനബിയാണ് ഏറ്റവും വലിയ ചിന്തകനെന്ന മുഹമ്മദ് മുസ്തഫ. അത്ര ഭംഗിയുള്ള ആരുമില്ല. എന്തുകൊണ്ടും അവിടുത്തെ സ്ഥലത്ത് പോയിരിക്കുക, അവിടെ നിന്ന് പറഞ്ഞത് കേട്ട് പഠിക്കുക, അവിടത്തോട് അഭിപ്രായം അന്വേഷിക്കുക. അവിടെ നിന്ന് പറയുന്നു, ആർക്കെങ്കിലും നല്ലത് നല്ലത് അടിപൊളി ഒരാൾ സൂപ്പർ റൂട്ട് അന്വേഷിക്കുന്ന ഒരാൾ, അടിപൊളി റൂട്ട് അന്വേഷിക്കുന്ന ഒരാൾ യാത്രയാണ്. അവൻ അല്ലാഹു അവനെ ദീൻ മതം പഠിപ്പിക്കാൻ അവസരമൊരുക്കും. ഏറ്റവും നല്ലവനെ അല്ലാഹു ഈ വഴിയിലേക്ക് തിരിക്കും. അഥവാ ദറസ് പഠിക്കാൻ, മതം പഠിക്കാൻ, ദീൻ പഠിക്കാൻ അവന് വഴിയൊരുക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ബോധ്യപ്പെടണം നമുക്ക്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ കോഴ്സ് നമ്മൾ പഠിപ്പിക്കണം. ഏറ്റവും വലിയ കോഴ്സ്. ഇവിടെ 10,000 1,900 കോഴ്സുകൾ ഇറങ്ങിയാലും ഏറ്റവും വലിയ കോഴ്സ് അത് മങ്ങില്ല. ലോകത്ത് ശാസ്ത്രം എന്തൊക്കെ കണ്ടുപിടിച്ചാലും ഇവിടെ ക്ലോണിംഗ് ശിശു ഇവിടെ സൃഷ്ടിക്കപ്പെട്ടില്ലേ? ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങൾ വന്നു? അല്ലാഹു ആകുന്ന സൃഷ്ടാവിനമല്ല ആർക്കെങ്കിലും ഇവിടെ സാധിക്കുമോ? അല്ലാഹു കൊടുത്ത ജീവനെ അന്വേഷിച്ച് കണ്ടെത്താൻ ഏതെങ്കിലും ഒരു പഠനം നടത്തിയവൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം തിരിയും. ജീവൻ എല്ലാം തിരിയും. എനിക്ക് തിരിയും, എന്നെ മാത്രം എനിക്ക് തിരിയില്ലെന്ന് പറഞ്ഞാലോ? എല്ലാം എനിക്ക് തിരിയും, എന്നെയോ അത് പെട്ടെന്ന് തിരിയൂല. എന്നെ എനിക്ക് തിരിയില്ല. എന്റെ കയ്യും കാലും എനിക്ക് കാണാം, എന്നെ എനിക്ക് കാണാൻ കഴിയില്ല. ഞാനുണ്ടെന്നത് ഉറപ്പാണ്, പക്ഷേ ഞാൻ എന്നെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് കോഴ്സ് കഴിഞ്ഞാലും റബ്ബ് ചെറുതാകില്ല. ചെറുതാകരുത്. ഭൗതികം ആത്മീയതയെ ചെറുതാക്കരുത്. വല്ലാഹിറതു ഖൈറുൻ വഅബ്ഖാ ഖാല അല്ലാഹു അസ്സ വജൽ.
സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹു ആഖിറമാണ് വലുത് അല്ലാഹു അക്ബർ അവനാണ് വലുത് ഹൃദയത്തിൽ ഉറപ്പിക്കുക ഇത് ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹു വലുതാണ് അവനോട് ബന്ധമുള്ളത് വലുതാണ് അവനോട് ബന്ധമുള്ളതെന്തോ അത് വലുതാണ് അല്ലാഹു ആകുന്ന ഏറ്റവും വലുതിനോട് ഏറ്റവും കൂടുതൽ ബന്ധം എന്തിനൊക്കെയുണ്ടോ അതെല്ലാം ഏറ്റവും വലിയ ലോകത്തേക്ക് പറക്കും അല്ലാഹുവിനോട് ഏറ്റവും ബന്ധമുള്ള ലോകത്തെ സൃഷ്ടികളിലെ ഒരേ ഒരു സൃഷ്ടി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മുഹമ്മദ് മുസ്തഫ അതാണ് ഏറ്റവും വലിയ സൃഷ്ടി ഇനി ഈ ലോകത്ത് ഒരാൾക്ക് വലുതാകണമെങ്കിൽ ആ ഏറ്റവും വലിയ സൃഷ്ടിയോട് ബന്ധമുണ്ടാകണം ഇനി ഒരാൾക്ക് ഏറ്റവും ടോപ്പ് പവർ ഉണ്ടെങ്കിൽ ആ പവറുള്ള ആളാണ് മുത്തുനബിയോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും വലുതാകണം ഏറ്റവും കൂടുതൽ വളരണം ഏറ്റവും കൂടുതൽ പഠിക്കണം ഏറ്റവും കൂടുതൽ വളരണം പത്താവണം പറക്കണമെങ്കിൽ ഏറ്റവും വലിയ സൃഷ്ടിയെ പരിചയപ്പെടണം സൃഷ്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ സൃഷ്ടിയെ പഠിക്കാൻ അധികം സമയം കണ്ടെത്തണം സൃഷ്ടാവിനെ പഠിപ്പിച്ച കുട്ടി സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേൾപ്പിക്കുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചെറിയ കുട്ടി ഒന്നും കേൾക്കാതെ ഇതാണ് കേൾക്കുന്നത് أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله 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 هذا مربك الإيمان അല്ലാഹു നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു തരട്ടെ അതാണ് വലുതെന്ന് ഉറപ്പിക്കുക അവനോട് ബന്ധമുള്ള അമ്പിയാക്കളെ വലുതാക്കുക അവനോട് ബന്ധമുള്ള ഔലിയാക്കളെ വലുതാക്കുക ആ ലോകത്തെ കുറിച്ച് അറിവുള്ളവർ അവരാണ് വലുത് ശാസ്ത്രം ഏത് രൂപത്തിൽ പുറത്തു വന്നാലും അവരാണ് വലുത് പഠിപ്പിക്കുക കുട്ടികളെ അല്ലാഹുവിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ച് ആത്മീയ ലോകത്തെ കുറിച്ച് അതിന് മക്കൾ പഠിക്കട്ടെ ഏത് കോഴ്സിലും അത് നഷ്ടപ്പെടുന്നു അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ളത് പഠിക്കുന്നവരൊക്കെ അല്ലാഹുവിൽ നിന്ന് വലുതാണ് സട്ടാവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ളത് പഠിക്കുന്നവർ അല്ലാഹുവിൽ നിന്ന് അകലെയാണ് അതെങ്ങനെ അല്ലാഹുവിനോട് അടുത്ത് നിൽക്കുന്നവരുടെ അരികിലൊന്നും അവരില്ല അല്ലാഹുവിനോട് അടുത്തു നിൽക്കുന്നവരുടെ അരികിലൊന്നെയും ഒന്നും അവരെ കാണാനില്ല അപ്പോൾ പഠനം ലക്ഷ്യം തെറ്റിയിരിക്കുന്നു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എല്ലാം പഠിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തും പഠിക്കണം എന്നതാണ് കുട്ടികളോട് ഞാൻ പറയുന്നത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞവർ എന്നോട് ചോദിക്കും എന്താ നീ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മോനെ MA ചെയ്യും ഏത് MA ചെയ്യണം ഇംഗ്ലീഷ് അറബിക്ക് MA ചെയ്യണം ഇംഗ്ലീഷ് ചെയ്യും അറബി നീ ഏതായാലും പ്രശ്നം പഠിക്കണം ഞാൻ ഒരാൾ പറഞ്ഞു ഇംഗ്ലീഷ് ചെയ്യും അഞ്ചാറബി ഈ നാട്ടുകാരുണ്ട് MA ഇംഗ്ലീഷ് ചെയ്യാൻ ഞാൻ പറയുന്നത് അപ്പൊ എന്താ പിന്നെ MBBS പഠിക്കാൻ വല്ല ആവശ്യമുണ്ടോ പഠിക്കണമെന്നാണ് എന്റെ അഭിപ്രായം പഠിക്കാം പക്ഷേ പഠനം കൂടുന്തോറും അമ്പിയായിലേക്ക് ഔലിയായിലേക്ക് മഹാന്മാരിലേക്ക് അവൻ അടുത്തിരിക്കും ഉറപ്പ് അതിനാണ് നമ്മുടെ മക്കൾ ലക്ഷ്യബോധമുള്ളവരാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് ദറസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഒരു സംശയവും വേണ്ട അതിന്റെ അധ്യാപകൻ അതിന്റെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവിടത്തേക്ക് നമ്മളെ അടുപ്പിക്കട്ടെ അവിടത്തോട് പ്രേമവും ഇഷ്ടവും അല്ലാഹു നമുക്ക് തരട്ടെ പഠനം ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആകാശത്തേക്ക് നോക്കി ഇന്ന ഫി സമാവാതി വൽ അർദ് വഖ്തിലാഫി الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار الله വിന്റെ പരിശുദ്ധിയായിട്ടാണ് അല്ലാഹു പരിശുദ്ധനാണെന്നും അവനെല്ലാം സംവിധാനിച്ചുവെന്നും
ബോധ്യപ്പെടലാണ് ഇതിന്റെ പിന്നിലുള്ളത്. ശരീരത്തെ വെട്ടിമുറിച്ച് തലച്ചോറിനെ പൊളിച്ച് അതിന്റെ ഉള്ളിലുള്ള സകലതും പഠിച്ചിട്ട് ജഗത്ത് എന്താവാനാണെന്ന് ബോധ്യപ്പെടുമ്പോഴല്ലേ ആ റബ്ബിനോട് ബന്ധം സ്ഥാപിച്ചവൻ ആരാണെന്ന് മനസ്സിലാവും. ഇത്ര വലിയ ശക്തിയോട് ബന്ധം സ്ഥാപിച്ചവൻ വലിയവൻ തന്നെ എന്ന് ബോധ്യപ്പെടും. അപ്പൊ ഔലിയാക്കൾ വലുതാവും. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹുവിനെ പ്രേമിച്ചു വളരുന്നവരാകട്ടെ. നമ്മളെ കൽബിൽ അള്ളാഹു അത് വലുതാക്കട്ടെ. എങ്ങനെയൊക്കെ നടന്ന് മരിക്കും എന്ന ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉടനീളം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല വഴികൾ തുറക്കപ്പെടും, നമുക്ക് വലിയ പദവികൾ ലഭിക്കും. അള്ളാഹു അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലയിക്കാൻ, അവിടുത്തെ കടുക്കാൻ, അവിടുത്തെ വലുതാക്കി അവിടുത്തെ മധുറക്കെ ചൊല്ലുന്നവർ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോന്നി ഇവിടെ തൊട്ടടുത്ത് വന്ന് ഇരുന്ന് നമുക്ക് പോകാം. പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുക, ബാക്കിലാണ് നമ്മൾ നിസ്കരിക്കാനിരിക്കുക. പക്ഷെ മയ്യത്തോ അത് മുന്നിൽ കൊണ്ടുവെക്കും, എന്നിട്ട് അതിന്റെ ബാക്കിൽ ആൾക്കാർ നിൽക്കുക. അപ്പൊ ഏത് കോലത്തിലുള്ളവനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിന് മുമ്പ് തന്നെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ആക്സിഡന്റ് വന്നാൽ നമ്മളെ ജീവിതം അസ്തമിച്ചു, എല്ലാം അസ്തമിച്ചു. അതുകൊണ്ട് ബാക്കിലിരുന്ന് പരിചയിക്കണം, മുന്നിലിരുന്ന് പരിചയിക്കണം. ബാക്കിൽ പോയി പരിചയിച്ചവർക്ക് മുന്നൊക്കെ ഒന്ന് പരിചയിക്കണം. സാറില്ല, നമുക്ക് ഗാനമേളകളുണ്ട്, കസേരയുടെ പ്രശ്നമില്ല. ഇങ്ങനെ മുന്നിൽ പോയി നമ്മൾ നിർത്തുകയാണ്. മനസ്സ് എല്ലാത്തിൽ നിന്നും മാറ്റിവെച്ചത് ഒരല്പനേരം മുത്തൻബിയുടെ 5 മിനിറ്റെങ്കിലും നമ്മൾ ചൊല്ലിയെന്ന് ദുആയിരിക്കണം. തിരികെ മരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തൗബത്തെ. നമ്മൾ പലതിനെയും പരിചയപ്പെട്ടു പോയി, നമ്മൾ പലതിനെയും സ്നേഹിച്ചുപോയി, നമ്മൾ പലതിനെയും അറിഞ്ഞു. അതെല്ലാം പലതും നമ്മളെ വേദനിപ്പിച്ചു, പലതും നമ്മളെ ദുഃഖിപ്പിച്ചു. ഒരു സംശയമില്ല. അള്ളാഹു നമ്മെ ടെൻഷൻ അടിപ്പിച്ചാൽ അത് പാടാനും പറയാനൊക്കെ ഒരു ഹരത്തിന് കയറിയിട്ടാണ്. രണ്ടും ഞാനും ഓരോ ഒക്കെ സമാണ്. അതറിയിക്കാനാണ് ഞാൻ ഓരോ കൂടെ ഇരിക്കുന്നത്. ഒന്നും വിശേഷിക്കും. അപ്പൊ ഇത് വലിയ ആൾക്കാരെല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതാറൊക്കെ അതിലുണ്ട്. സാറാണ് മലയാറാണ്, ആലിമാക്കട്ടെ, എല്ലാവരും ഉണ്ട്. ഞാൻ നമ്മളോട് ഒരു ഡോക്ടർ വന്നിരുന്നാൽ ഞാൻ പറയും ബോധ്യപ്പെടും. ഞാൻ പറയും ഈ ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MBBS ഒക്കെ കഴിഞ്ഞ് എന്റെ രീതിയിൽ ദ്വാരപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു MBBS പൂർത്തിയായി, ഇനി ഒരു കോഴ്സ് ബോധം എന്ത് എന്താണ് ഓതി പഠിക്കണം. ഇനിയാണ് ഓതി പഠിക്കണം. MBBS കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞല്ലേ. MBA കഴിഞ്ഞവരുടെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു MBA കഴിഞ്ഞ പൂർത്തിയായി, ഇനി ഓതം. MA കഴിഞ്ഞവരുടെ അടുത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫുള്ള് കഴിഞ്ഞ ഇനി ഓതം. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും വലുതാകരുത്. നമ്മൾ വലുതായാൽ നമ്മൾ പിന്നെ വലുതാവൂല. നമ്മൾ വലുതാകരുത്. നമ്മൾ നിർബന്ധിതനായിട്ടാണ്, ഞാൻ നിർബന്ധിതനായിട്ടാണ് അത് പഠിക്കുന്നത് എന്ന നിലയ്ക്ക് ഞാൻ പഠിക്കണം. അള്ളാഹു എന്നെ നന്നാക്കണം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കണം. നമ്മളെ കൽബിൽ ആലിമീങ്ങൾ, ഉസ്താദുമാർ ഇവരിതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. ഞാൻ അവരുടെ ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ അവരെ പഠിപ്പിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നും അല്ല. അള്ളാഹു നമ്മൾ കൽബ് നന്നാക്കട്ടെ. നമുക്ക് വലുതാണെന്ന് തോന്നിയാൽ അന്ന് നമ്മൾ ചെറുതാകും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരിക്കലും ഔദ്യോഗികമായ സ്ഥാനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിർവഹിക്കരുത്. അത് നമ്മളോട് ഉപ്പയടക്കമുള്ള ഉസ്താദുമാർ എല്ലാവരും എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയും. ഇവിടെ നേരത്തെ കണ്ടിട്ടോ ഇതൊക്കെ എന്നാൽ ഇപ്പൊ ഈ രംഗത്ത് ചില കാര്യങ്ങളൊക്കെ പുറത്ത് നമ്മൾ പറയേണ്ടി വന്നതുകൊണ്ടും കുട്ടികളെ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നിർബന്ധിതരായി ചെയ്തത്. പൊതുവിൽ ഷോ കാണിച്ച് വളരുന്ന ഒരു പ്രകൃതി ആത്മീയതയില്ല. ഷോയിൽ അടിച്ചു പിടിച്ച് വളരുന്ന ഒരു സ്വഭാവം ആത്മീയതയ്ക്കില്ല. പാവമായി ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല,
എനിക്കൊന്നുമില്ല. വളരെ അല്പി ഞാനൊരു പാവമാണ് ഉറപ്പിച്ചേക്കണം. അല്ല ഞാൻ അടിച്ചാപൊളിയാണെന്ന് തോന്നണ എന്ത് വിഷയമുണ്ടോ നമ്മളവിടെ ഓർക്കണം. അതിന് നമ്മൾ പഠിക്കണം. കിബർ ഒന്ന് പോകരുത്. അള്ളാഹു നമുക്കാക്കട്ടെ. ഏതൊക്കെ കോലത്തിൽ വരുന്നത് എനിക്കൊരു കിബറില്ല എന്ന് നിനക്കൊരു കിബറില്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഞാൻ നന്നായി. എന്റെ കൽപ്പിൽ ഒന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണെന്ന് തോന്നി. ഇപ്പൊ ഞാൻ ഉഷാറായി. അതാണ് കിബർ. അപ്പൊ മറ്റൊരാൾ വന്ന് പറയും നീ കിബറില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ കേട്ടോ, നീ ഭയങ്കര കിബറുണ്ടാ, നിനക്ക് ഭയങ്കര കിബറുണ്ടാ. അപ്പൊ നമ്മൾ ചൂടാവും. നീ ഇന്റെ കിബറിനാക്കുന്നു, നീ പോടാ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ കിബറ എന്ന് വിളിച്ചത് നമുക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഉഷാറില്ലേ, പിന്നെ എന്നെ വിളിക്കാം എന്ത് ആണെങ്കിൽ ഇപ്പോഴും അത് പോയിട്ടില്ല. നമുക്ക് തോന്നും അത്യാവശ്യം കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്നത് ഭൗതിക കലാലയത്തിൽ ഒന്ന് കയറി ഇറങ്ങുന്നത് അവന്റെ ഹൃദയത്തിൽ ടൈയൊക്കെ കെട്ടി സെറ്റപ്പിൽ അവനക്ക് തോന്നാണ് ഹവ. അതാണ് ഞാൻ നേരത്തെ ഹവ പറഞ്ഞത്. അതാണ് ഇത് ഹവയാണ്. അപ്പൊ അവര് വന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ ടൈയോ സെറ്റപ്പൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ പറയും കിട്ടാൻ പോയിരിക്കണം. വെറുതെ ചോദിക്കും. ഇല്ല ഞാൻ കോഴ്സുകളില്ല, ഒരുപാട് കോഴ്സുകൾ കാര്യങ്ങൾ ഇത് അല്ല ഞാൻ ഒരുപാട് ബാംഗ്ലൂർ, മൈസൂർ, ലണ്ടൻ, വിജയനെ തുടങ്ങിയ കോഴ്സ്. ശരി കിതാബ് പിന്നെ ചോദിക്കും കിതാബ് സമയമല്ലേ, ഒരുപാട് പ്രശ്നങ്ങളല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പഠനത്തില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. കിതാബ് ഓദ്യ ഉസ്താദ് മനസ്സിലായിണ്ടാവില്ല. ഞാൻ ഇതൊക്കെ മനസ്സിലായി മോൻ ഓദ്യ അത് മോനക്ക് മനസ്സിലായി അല്ല ഓതിയിട്ടില്ല. ഖുർആൻ ഓതും ഏകദേശം ഏകദേശം ഉച്ചനബി പറഞ്ഞതൊക്കെ അല്ല അറബിയായിട്ട് കൂടുതൽ ടച്ചില്ല. അത് പറയും ഫ്ലുവൻ്റ് ആണ്. പ്രൊണൗൺസിയേഷനൊക്കെ അമേരിക്ക ലണ്ടൻ പ്രൊണൗൺസിയേഷൻ അറബി ഏറ്റവും വലിയ ഭാഷ സെലക്ട് ചെയ്യേണ്ടത് പഠിക്കാൻ. അവൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വലുത് സെലക്ട് ചെയ്യല്ലേ നല്ലത്. ഇത്ര വലിയ ഭാഷയുണ്ടായിട്ട് മോനുണ്ട് ആ സെലക്ട് ചെയ്യാതിരുന്നു. അപ്പോ ഞാൻ ഏറ്റവും വലുതല്ല പിടിച്ചത് എന്ന് ഫസ്റ്റ് അവന് തോന്നുന്നു. ഇനി ഞാൻ അവതരിപ്പിച്ചാൽ അവന് തോന്നുന്നു ഏറ്റവും ബോറ് ഞാനാണ്, അത് തോന്നാൻ വേണ്ടി ഞാൻ എന്നൊക്കെ പറയും. ഇപ്പോഴാണ് ഇനി പഠിക്കാനുള്ള സ്റ്റാർട്ടിങ് ഇനി എത്തി. ഇനി നീ പഠിക്കാം. അല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, പരിചയപ്പെട്ടു, ജനിച്ചു, പലതും കണ്ടു പരിചയപ്പെട്ടു. ഇതല്ലേ ആകത്തുക. ചിലവര് പരിചയപ്പെട്ടത് കാട്ടിൽ പോയാണ്, ചിലവർ കടലിൽ പോയാണ്, ചിലവരോ ഗൾഫിൽ പോയാണ്, ചിലവർ മരുഭൂമിയിൽ പോയാണ്, ചിലവർ സ്കൂളിൽ പോയാണ്. ചിലവർക്ക് പരിചയപ്പെടുത്താൻ ചില ആൾക്കാരുണ്ട്, ചിലവർ സ്വന്തം പരിചയപ്പെട്ടു. പലരും പലതുമായിട്ട് പരിചയപ്പെട്ടു. ഇവിടെ ഏറ്റവും വലുതെന്താണെന്നറിയോ നിങ്ങൾക്ക്?